ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് പേസ്ട്രി കേക്ക്സിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മേക്കിങ്ങും പാക്കിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ അന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ നൈറ്റ് ഞാൻ ഓൾറെഡി ഇത് ബേക്കിംഗ് ചെയ്യാൻ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ ഇങ്ങനത്തെ ഓർഡേഴ്സൊക്കെ വരുമ്പോൾ കുറച്ച് നേരത്തെ ഞാൻ ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ബേക്കിങ്ങിനാണല്ലോ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക. അപ്പോൾ ഓൾറെഡി ഒരു ട്രിപ്പ് സ്പഞ്ച് ഞാൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ട്രിപ്പ് വെച്ചാണ് കേട്ടോ. 2 kg സ്പഞ്ച് ഫസ്റ്റ് തന്നെ അടിച്ചു. പിന്നെ 2ഉം 3ഉം പ്രാവശ്യം അങ്ങനെ മൊത്തം 6 kg സ്പഞ്ച് ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ സമയത്ത് 1:45 കേട്ടോ. രാത്രിയാണ് ഇപ്പോൾ. അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞില്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പഞ്ച് അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഓരോന്നും ആയി വരുമ്പോൾ തന്നെ അത്യാവശ്യം ടൈം എടുക്കുമല്ലോ. ബേക്കിംഗ് ടൈം തന്നെ 1 മണിക്കൂർ ഉണ്ടല്ലോ. അപ്പോൾ ഓരോന്നായിട്ട് വേണമല്ലോ അടുത്ത ട്രിപ്പ് ബേക്ക് ചെയ്താൽ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോന്നായി വന്ന് ഒക്കെ കഴിയുമ്പോഴത്തേനും സമയമായിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ 80 പീസാണ് കേട്ടോ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കട്ട് ചെയ്തൊക്കെ സെറ്റാക്കി വെച്ച് നോക്കുമ്പോൾ ഇനിയും ബാലൻസ് കിടക്കണം. നമുക്ക് കുറവാണ് കേട്ടോ. 80 പീസാണ് ഉണ്ടായിരുന്നത്. നോക്കുമ്പോൾ നമുക്ക് 60 പീസേ കിട്ടിയിട്ടുള്ളൂ, 70 പീസേ കിട്ടിയിട്ടുള്ളൂ. ഇനിയും 10 പീസ് തന്നെ ഇനിയും ഉണ്ടാക്കാണ്ട് ഒരു ലെയറും കൂടി ഇല്ല. അപ്പോൾ അതാ കണ്ട നല്ല ഇരുട്ടാണ്. എല്ലാവരും കിടന്ന് ഉറങ്ങണ ടൈമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാ ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ് ഈ ടൈമിൽ. എല്ലാവരും ഉറങ്ങുന്ന ടൈമിലാണ് കേട്ടോ ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിക്കുന്നത്. പിന്നെ നമുക്കൊരു നേരം പോക്കിനെന്ന് പറയാതാ ഫുട്ബോൾ ഇന്നലെ മാച്ച് ആയിരുന്നല്ലോ അർജൻറ്റീന. അത് പിന്നെ ഫോണിൽ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കണ്ടിട്ട് ആക്കുന്നതുകൊണ്ട് നമുക്ക് ടൈം പോണത് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഐസിങ്ങും സൈഡിൽ ഇതുപോലെ ഫോണിൽ ഇത് ഓണാക്കി വെച്ചിട്ട് അതും കൂടി കണ്ടിട്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടി നിന്നിട്ട് സമയം കളയുന്നു. ലാസ്റ്റ് നമ്മുടെ ടീം തന്നെ ജയിച്ചുട്ടാ. ആ ഒരു ടൈം വരയ്ക്ക് വലിയ ടയർഡ്നെസ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ എന്തായാലും കളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ടയേർഡായി തുടങ്ങി, ഉറക്കം വന്നു തുടങ്ങി, ഭയങ്കര ഇതായി. ഇപ്പോൾ ഞാൻ എന്നാൽ ക്രംകോട്ട് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് 2 സെറ്റ് ക്രംകോട്ട് ചെയ്ത് വെച്ചു. ഇപ്പോൾ തന്നെ സമയം 3:15 കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്ക് ഒരു 10 പീസിൻ്റെ കുറവും കൂടി ഉണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മേടിച്ചിട്ട് വേണം. അപ്പോൾ ഇനി എന്തായാലും നേരം കൊടുത്തിട്ട് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ രാവിലെ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചു. ഇപ്പം ഞാൻ എടുക്കുന്നത് ഇന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, കാരണം ഞാൻ 3:30 കിടന്നിട്ട് പിന്നെ വീണ്ടും ഞാൻ 5:30 അണിച്ചിട്ടോ. മോനക്ക് മദ്രസ ഉള്ളതുകൊണ്ട് തന്നെ അവനെ വിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉറക്കമൊക്കെ കണക്കാണ് കേട്ടോ ഇങ്ങനത്തെ ടൈമിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലൊരു മന്നപ്പ് പോലത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. ഇപ്പോഴും ആ ഒരു ക്ഷീണം എപ്പോഴും വിട്ടിട്ടില്ല കേട്ടോ. കറക്റ്റ് നമുക്ക് ഉറക്കം കിട്ടാണ്ട് എനിക്ക് രാവിലെ തന്നെ വേഗം സാധനങ്ങളൊക്കെ മേടിച്ചു പോകുന്നത് സ്പഞ്ചൊക്കെ അടിച്ച് ഇതാ ബേക്കായി വന്നപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ഓൾറെഡി എനിക്ക് ഉറക്കം കറക്റ്റ് ആവാത്ത ഒരു പ്രഷറും ഇതൊക്കെ കൂടി കണ്ടപ്പോൾ എൻ്റെ റബ്ബേ എനിക്ക് ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഓർഡർ എടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ള അവസ്ഥ. കാരണം ഇത്രയും സാധനങ്ങൾ നമുക്ക് വേസ്റ്റേജാണ് വരുന്നത്. നമുക്ക് നഷ്ടങ്ങളാണ്. ഒരു സൈഡിൽ കൂടെ ലാഭം ഉണ്ടെങ്കിൽ കൂടി അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് നഷ്ടം കൂടി വരുന്നുണ്ട്. ചില ടൈമിൽ കിട്ടുന്ന പണികളാണ് കേട്ടോ ഇതുപോലത്തെ ബൾക്ക് ഓർഡറൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ പണികൾ കിട്ടുക. ഏറ്റവും എന്താ പറയുക വെറുത്ത് പോയൊരു സമയമായിരുന്നു ഇന്ന് രാവിലെ. എന്തായാലും വേണ്ടില്ല നമ്മൾ ഏറ്റെടുത്ത സാധനം നമുക്ക് ചെയ്ത് കൊടുത്തന്നല്ലേ പറ്റുള്ളൂ. വേറെ ഒരു അപ്പീലില്ല. കാരണം ഇത് 4 മണിക്കുള്ളിൽ സാധനം തൃശ്ശൂർക്ക് എത്തേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ആൾ 2 മണിക്ക് എന്ന് പറഞ്ഞ സാധനം പിന്നെ രാവിലെ വിളിച്ചിട്ട് ആൾ എന്തോ ഒരു ഭാഗ്യത്തിന് 4 മണിക്കുള്ളിൽ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ സമാധാനമായി. പിന്നെ ഞാൻ വേഗം ഐറ്റംസൊക്കെ വേഗം രണ്ടാമതും സെറ്റാക്കി നമ്മൾ വേറൊരു സ്പഞ്ച് അടിച്ചു. ആ നാശമായ സാധനമാണ് കേട്ടോ അപ്പുറത്തിരിക്കുന്നത്. എന്താണെന്നറിയില്ല, വെന്തിട്ടില്ല. ബേക്കിംഗ് ഒക്കെ ആയിട്ടുണ്ട്, പക്ഷേ ഈ സാധനം പൊന്തിയിട്ടില്ല. അങ്ങനെ അടുത്താന്ന് അട പോലെ ഇങ്ങനെ ആയി കിട്ടുക. ചില ടൈമിൽ കിട്ടണതാണ് ഇങ്ങനത്തെ ഒക്കെ. അതിങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ നമുക്കിങ്ങനെ ഇരട്ടി ഇങ്ങനെ ഒരു ഭ്രാന്ത് പിടിക്കും ഇങ്ങനത്തെ സമയത്തൊക്കെ. സത്യമായിട്ടും ഭ്രാന്ത് പിടിക്കും. കാരണം ഓൾറെഡി നമുക്ക് ഇത് കറക്റ്റ് ടൈമിന് എത്തിക്കണം. വീട്ടിലത്തെ പണികളുണ്ട്, ഫുഡ് ഉണ്ടാക്കണം, ക്ലീനിങ് എല്ലാം പാടെ നമുക്ക് തലക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കണ അവസ്ഥ. ഒരാൾ പോലെ ഹെൽപ്പിനില്ലല്ലോ. കുട്ടികൾ പിന്നെ ഒരു കണക്കിന് കുട്ടികൾ സ്കൂൾ പോയത് തന്നെ ഏറ്റവും ഭാഗ്യമെന്ന് വിചാരിക്കുക. കാരണം നമുക്ക് ഫുഡ് കുറച്ച് ലേറ്റായിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ലല്ലോ. കുട്ടികൾ വരുമ്പോഴത്തേനൊക്കെ എല്ലാം സെറ്റായാൽ മതിയല്ലോ. നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ ഇതെല്ലാം കൂടി നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു പ്രഷറാണ് ഇപ്പോൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കറക്റ്റ് ടൈമിന് ആവില്ലേ. ഇതിപ്പോൾ ഞാൻ ആ മൂന്നാമത് ഉണ്ടാക്കിയ സ്പഞ്ചാണ് കേട്ടോ. അത് കറക്റ്റ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു 10 പീസിൻ്റെ കുറവുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1.5 kg ഒരു ചോക്ലേറ്റ് സ്പഞ്ചും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ. നമുക്ക് ചോക്ലേറ്റ് പേസ്ട്രി കേക്കാണ് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത്. അത് 80 പീസിൻ്റെയാണ്. അപ്പോൾ അത് അവർക്ക് എന്താ പറയുക ഒരു ഇവൻറ്റിൻ്റെ എന്തോ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഡെലിവറി കേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ എന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇവൻ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു ചെറിയൊരു പാർട്ടി പോലെ. അപ്പോൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പേസ്ട്രി ആകുമ്പോൾ 3 ഇഞ്ച് നീളത്തിലും 2 ഇഞ്ച് വീതിയിലും അങ്ങനെ കറക്റ്റ് സൈസിന് കിട്ടണമല്ലോ. നോർമലി നമ്മൾ ഒരു സ്കൂൾക്ക് അങ്ങനത്തെ
പരിപാടിക്കൊക്കെ നമ്മൾ ഇതുപോലത്തെ കട്ട് ചെയ്ത പീസസ് കൊടുക്കലുണ്ട്. പക്ഷേ അവർ 2 kg ഇത്ര പീസാക്കി തരണം എന്ന് പറയുമ്പോൾ നമ്മൾ കിട്ടണ അത്രയും ഇതിൽ പീസാക്കി കൊടുക്കും. നമുക്ക് ഇത്ര ടെൻഷനില്ല. പക്ഷേ ഇവർക്ക് കറക്റ്റ് അളവിൽ തന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും അധികം സ്പഞ്ച് 7 കിലോനോളം സ്പഞ്ച് ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ എളുപ്പമാണെന്ന് വിചാരിച്ച ഈ സാധനം അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം സ്പഞ്ച് ഇതിൽ കയറി പോകുന്നുണ്ട്, നമ്മൾ അറിയണില്ല എന്ന് മാത്രം. ഞാൻ സ്കൂൾക്കൊക്കെ ഇതുപോലെ സെലിബ്രേഷനൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു പരിചയം വെച്ചിട്ടാണ് ഞാൻ ഈ ഓർഡർ എടുക്കാൻ കാരണം തന്നെ. കാരണം സിമ്പിളാണല്ലോ, നമുക്ക് പ്രത്യേകിച്ച് ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് എന്തെങ്കിലും ഒരു കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡിസൈൻ കൊടുത്താൽ മതിയല്ലോ എന്നുള്ളതിലാണ് എടുത്തത് കേട്ടോ. പക്ഷെ ഭയങ്കര പണിയാണിത് എന്നുള്ളത് ചെയ്തു വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ നമ്മളിതാ എല്ലാം കഴിഞ്ഞു ഒരു 2:30-2:45 ആയി തുടങ്ങിയിരിക്കണം. അപ്പോൾ ഇതാ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് 3 kg ബേസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബോക്സും നല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ 3 സ്ക്വയർ കേക്കിന് എന്തിനാ അത്ര ഹൈറ്റുള്ള ബോക്സ് എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. കാരണം ടോൾ ബോക്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും ഹൈറ്റ് ആവശ്യമുള്ളൂ. പക്ഷെ ഇത് അത്യാവശ്യം ഓവറായിട്ടുള്ള ഹൈറ്റാണ് കേട്ടോ, ഒരു ആവശ്യമില്ലാണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് ഈ ബോക്സ്. പക്ഷെ നല്ല കട്ടിയുള്ള ബോക്സ് ആയാലും നമുക്ക് മേലെ വെച്ചിട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ലാഭമുണ്ട് ഈ ബോക്സിന്. അങ്ങനെ സംഭവം പാക്ക് ചെയ്തു, എല്ലാം സെറ്റാക്കി ഫിനിഷിങ് ആക്കി. ജസ്റ്റ് ഒരു നോസിൽ വർക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓൾറെഡി. അപ്പോൾ അത് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 3:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവരൊക്കെ ഒന്ന് പോയിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ ക്ലീനിങ്, കുക്കിങ്, പിന്നെ തിരുമ്പലും എല്ലാ പരിപാടികളും ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. ബേക്കിങ്ങിന് വെക്കുമ്പോഴും ഫ്രോസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് വേറെ പണികൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഒന്നിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ ഒരു സ്വഭാവം എനിക്കില്ല. ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെ ഒരുമിച്ച് എല്ലാം കഴിയണം, അങ്ങനത്തെ ഒരു മൈൻഡ് ആയതുകൊണ്ട് തന്നെ സൈഡിൽ കൂടെ എല്ലാ പണികളും ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ കേക്കിൻ്റെ കാര്യങ്ങൾ മാത്രം ഒന്ന് കാണിച്ചിട്ടുള്ളൂ എന്ന് മാത്രം. അങ്ങനെ നമ്മൾ 2 ബോക്സും കൂടിയിട്ട് ഒറ്റ കവറിലാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. കാരണം ഇവർ സ്കൂട്ടിയിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ സേഫായിട്ട് തന്നെ അങ്ങോട്ട് എത്തണമല്ലോ. ഒരു ബോക്സിന് മേലെ ഒരു ബോക്സ് വെച്ച് കൊണ്ടുപോകുമ്പോൾ കയ്യിൽ നിന്ന് വഴിക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അടുത്ത വീഡിയോയിൽ